ഇന്നത്തെ നമ്മുടെ വിഷയം പ്രണയം. കവികൾക്കും കലാകാരന്മാർക്കും അതുപോലെ തന്നെ സിനിമയ്ക്കും കഥകൾക്കും നോവലിനും ഒക്കെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിഷയം പ്രണയം എന്നുള്ളത് തന്നെയാണ്. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും 1000 നാവാണ്. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രണയിക്കാത്ത ഒരു വ്യക്തികളും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഒരു പക്ഷേ മറ്റേ വ്യക്തി അറിയാതെ ഒരു വൺ വേ ലവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള പ്രണയം പോലുമുള്ള ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ ഒരുപാട് ജീവിക്കുന്നുണ്ട്. സ്നേഹത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്നേഹം എന്ന ഒറ്റ വാക്കിനെ പല ആംഗിളുകളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വിട്ടാൽ അതിലൊരു ആംഗിളിൽ നോക്കുമ്പോഴാണ് നമുക്ക് പ്രണയം എന്ന് പറഞ്ഞ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രണയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രണയം 99% സ്വാർത്ഥതയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ പ്രണയിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ മനസ്സിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളും വിളിക്കുമ്പോൾ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പ്രണയ നൈരാശ്യം. രണ്ട്, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു വാക്ക് തന്നെയാണ് തേപ്പ് കിട്ടിയിട്ട് ആള് ഡിപ്രഷനിലേക്ക് പോവാണ്. അല്ലെങ്കിൽ പ്രണയിച്ചു കൊണ്ടിരുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലാവുകയും ഈ വ്യക്തിയെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു പ്രത്യേക മാനസിക സംഘർഷം നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. ഇപ്പോൾ പല വാർത്തകളിലും അത്തരം പ്രണയ നൈരാശ്യത്തിന്റെ ഭാഗമായിട്ട് ആസിഡ് മുഖത്തൊഴിക്കുക, അതുമല്ലെങ്കിൽ പ്രണയിനിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക, പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ പല വാർത്തകളും നമ്മുടെ മീഡിയയിൽ കൂടി ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രണയം ഇത്രയേറെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എസ്പെഷ്യലി പെൺകുട്ടികളോടാണ് പറയാനുള്ളത്, പ്രേമിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നമുക്കൊക്കെ വരുന്ന പല കൗൺസിലിംഗ് കേസുകളിലും 2 കുട്ടികളും ഭർത്താവുമായിട്ട് കുടുംബപരമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ പോലും പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയും മറ്റും മെസ്സേജുകളും അതുപോലെ ചാറ്റിങ്ങിലും ഒക്കെ ഉൾപ്പെട്ടിട്ട് ആ വ്യക്തികൾ അറിയാതെ തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രണയിക്കുന്ന വ്യക്തിയുടെ കൂടെ ഓടിപ്പോകുന്ന എത്രയോ സംഭവങ്ങൾ. ആ പ്രണയ ഓടിപ്പോയി കഴിഞ്ഞതിന് ശേഷം കുറ്റബോധം തോന്നിയിട്ട് തിരിച്ച് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകാൻ ശ്രമിച്ചു പറ്റാതെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന എത്രയോ ആളുകളെ നിരന്തരമായിട്ട് പല കൗൺസിലിംഗ് കേസുകളിലും കാണപ്പെടാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രണയം ഒരു മനുഷ്യനെ ഒട്ടും കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് പ്രണയത്തിന് ഒരു കോട്ടം സംഭവിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ബോധമില്ലാതെ, പരിസര ബോധം പോലും ഇല്ലാതെ പല വൃത്തികെട്ട പ്രവൃത്തിയിലേക്കും, ഈ പറഞ്ഞ അക്രമാസക്തമാവുന്നത് മുതൽ ഒരു മനോവിഭ്രാന്തി പിടിപെട്ട ഒരു മനുഷ്യനെ പോലെ തീർത്തും വികൃതമായ പെരുമാറ്റ വൈകൃതങ്ങളിലേക്ക് പോയിക്കൊണ്ടൊരു വ്യക്തി എന്തുകൊണ്ടാണ് സ്വയം അധപ്പതിച്ചു പോകുന്നത്? ഇനി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രണയ കേസിൽ അകപ്പെട്ടിട്ട് ആ പ്രണയ നൈരാശ്യം വന്ന് അല്ലെങ്കിൽ ആ പ്രണയം ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന മാനസിക വേദനയിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നോക്കാം, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മനസ്സിൽ പ്രണയം ഉണ്ടാകുന്നത്. പ്രണയം ഉണ്ടാകുന്നതിന് മാനസികമായിട്ടുള്ളതും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ളതും, അതിനെ നമ്മൾ നമ്മുടെ ജൈവിക തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ, ഇതും ഒരു പ്രണയത്തിനെ ഇത്തരത്തിലുള്ള നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു വ്യക്തിയെ പ്രണയം എന്ന് പറയുന്ന നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും ഒരു വ്യക്തിക്ക് മാനസിക ഊർജം നൽകുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ ആ പ്രണയത്തിന് മുന്നിലേക്ക് അടിയറവ് വെക്കാൻ തയ്യാറായി പോകുന്ന ഒരവസ്ഥയിലേക്ക്, മാനസിക അവസ്ഥയിലേക്ക് വ്യക്തിയെ എത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്.
അങ്ങനെ പ്രണയത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് വൈ വി ലവ് എന്ന പുസ്തകം എഴുതിയ, അതായത് പ്രണയത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും പഠിച്ച ആന്ത്രപ്പോളജിസ്റ്റ്, റുട്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ ഹെലൻ ഫിഷർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹം ഈ പ്രണയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്, പ്രണയിക്കുന്ന കുറച്ച് വ്യക്തികളെ ചൂസ് ചെയ്തു, കൃത്യമായിട്ട് പ്രണയിക്കുന്ന കുറച്ച് വ്യക്തികളെ ചൂസ് ചെയ്തു. അങ്ങനെ അവരെ ജോഡികളാക്കിയിട്ട് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് വളരെ വിചിത്രമായ ഒരു പരീക്ഷണമായിരുന്നു. അദ്ദേഹം ചെയ്തത്, പ്രണയിക്കുന്ന ആളുടെ ചിത്രം മുന്നിൽ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ആ പ്രണയിക്കുന്ന ആളുടെ ചിത്രം മാറ്റിയിട്ട് തീരെ പരിചയമില്ലാത്ത ആളുടെ ചിത്രവും അവിടെ വെച്ചു. അപ്പൊ ഈ പ്രണയിക്കുന്ന ആളുടെ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത്, പ്രണയത്തിന്റെ വികാരങ്ങൾ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിച്ചു. അപ്പൊ അതിന് MRI സ്കാനിങ്ങുകൾ പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു വ്യക്തി തന്റെ പ്രണയിനിയെ അല്ലെങ്കിൽ താൻ പ്രണയിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി ആ പ്രണയത്തിന്റെ ചിന്തകളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പൊ അതില് മസ്തിഷ്കത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ വെൻട്രൽ ടെഗ്മെന്റ് ഏരിയ കൂടുതൽ പ്രവർത്തനക്ഷമമാവുന്നതായിട്ടാണ് കാണുന്നത്. പ്രവർത്തനക്ഷമമാകുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കൊക്കൈൻ പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഇതേ ഭാഗത്ത് ഇതേ തരത്തിലുള്ള മാറ്റങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, കൊക്കൈൻ പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അതേ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പ്രണയവും ഒരു തരത്തിൽ പറഞ്ഞാൽ അതേ രീതിയിൽ അപകടകരമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കൗഡൈറ്റ് ന്യൂക്ലിയസ്, അതാണ് പ്രണയത്തിന് പ്രേരണ നൽകുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൗഡൈറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗം, അതാണ് മസ്തിഷ്കത്തിൽ നിന്നും ഒരു വ്യക്തിയെ പ്രണയിക്കുവാനുള്ള ഒരു താല്പര്യം കൊടുക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകള് ഡോപാമിൻ, ഈ ഡോപാമിൻ എന്ന് പറയുന്ന രാസവസ്തുവും അല്ലെങ്കിൽ ഡോപാമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററും ഒരു വ്യക്തിയെ പ്രണയത്തിന്റെ ആ അലൗകികമായ ഒരു അവസ്ഥയിലേക്ക്, ആ സുഖ എന്താണ് അതിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രണയത്തിന്റെ ആ ഒരു സുഖത്തിലേക്ക് ഒരു വ്യക്തിയെ തള്ളിവിടുന്നത് ഈ ഡോപാമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുമാണ്. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു വ്യക്തി പ്രണയ നൈരാശ്യത്താൽ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തി ആ വ്യക്തിയെ ഉപേക്ഷിച്ച് പോയി കഴിയുമ്പോൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തേപ്പ് എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആക്രമിക്കുവാനുള്ള മനസ്സും അല്ലെങ്കിൽ വളരെ വിചിത്രമായ മനോനിലയിലേക്കും ഒരു വ്യക്തി മാറുന്നത് ആ വ്യക്തി എങ്ങനെയാണോ മയക്കുമരുന്നുകൾ കഴിക്കുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ ഒരു പാഠം ഓരോ വ്യക്തികളും പഠിക്കണം. കാരണം ഇത് എന്തിനാണ് ഒരു വ്യക്തിയെ പ്രണയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. എന്തിനാണ് ആ വ്യക്തിയെ പ്രേമിക്കുന്നത്? പ്രേമിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ്, പ്രണയിക്കുമ്പോൾ ചിന്തിക്കാത്ത കാര്യമാണ് എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ, ഈ പെർട്ടിക്കുലർ വ്യക്തിയെ പ്രണയിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിറകിൽ തീർത്തും നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങളാണ്. അപ്പൊ അതില് പ്രണയത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതിൽ പാഷൻ, കമ്മിറ്റ്മെന്റ്, ഇന്റിമസി, ഈ 3 ഘടകങ്ങളാണ് ഒരു വ്യക്തിയെ പ്രണയത്തിലേക്ക് നിലനിർത്തുന്നതെന്ന് പറയും. പാഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ശാരീരികമായിട്ട് ഘടന, അതായത് ആ വ്യക്തിയുമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സെക്ഷുവൽ നീഡ് അല്ലെങ്കിൽ ഒരു സെക്ഷുവലി ഉണ്ടാകുന്ന ആകർഷണമാണ് ഒരു വ്യക്തി ആദ്യമായിട്ടൊരു പ്രണയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പുരുഷനിൽ ഏറ്റവും കൂടുതലുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണും സ്ത്രീയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണുമാണ്. അപ്പോ പുരുഷനിൽ ഒരു പരിധിവരെ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടെങ്കിലും പുരുഷനിലും ഈ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ ഈസ്ട്രജന്റെ പ്രസൻസ് പുരുഷനിൽ എപ്പോഴും
കമ്പാരിറ്റീവ്ലി കുറവാണ്. അതേപോലെ തന്നെ സ്ത്രീകളിൽ എടുക്കുകയാണെങ്കിൽ ഈസ്ട്രജൻ കൂടുതലും ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കുറവുമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമുക്ക് എന്താണോ ഇല്ലാത്തത് ആ ഇല്ലാത്തതിനെ നമ്മൾ ആകർഷിക്കുവാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുമ്പോൾ ആ സ്ത്രീയിലില്ലാത്ത ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ഇല്ലാത്തതിനെ നേടിയെടുക്കുവാനുള്ള ഒരു ത്വരയിൽ കൂടി ആ ഒരു പുരുഷനുമായിട്ട് ആ വ്യക്തിക്ക് ഒരു ആകർഷണം ഉണ്ടാവുന്നു എന്നതാണ് പ്രകൃതി നിയമം. സെയിം വേ തിരിച്ചായാലും ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം ഓരോ വ്യക്തികളും നമ്മുടെ സ്കൂൾ കാലഘട്ടം തൊട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പാഠം, അത് നമ്മുടെ ഓട്ടോ സജഷൻ ആയാലും അഫർമേഷൻ ആയാലും ഏത് രീതിയിലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള മെത്തേഡിൽ കൂടിയും നമുക്ക് ഉപബോധ മനസ്സിന്റെ ആഴത്തിലേക്ക് ചെറുപ്പം മുതൽ കയറ്റി കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇല്ലാത്തതിനെ നേടുക എന്നത് ഒരു മനുഷ്യന്റെ സ്വതസിദ്ധമായ സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മളിലെ ഹോർമോൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഹോർമോണിനെ നമുക്ക് ആകർഷിക്കുവാനോ നേടുവാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഉള്ളതിനെ ബഹുമാനിക്കുവാനും ഇല്ലാത്തതിനെ ആകർഷിക്കുവാനും നമ്മുടെ മനസ്സ് എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ട ഒരു ആശയം ഇല്ലാത്തതിനെ ബഹുമാനിക്കുവാനും ഉള്ളതിനെ അംഗീകരിക്കുവാനും പഠിക്കണം എന്നുള്ള ഒരാശയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തന്നിലെ പുരുഷത്വത്തെ അംഗീകരിക്കുകയും ഇല്ലാത്തതിനെ, അതായത് സ്ത്രീകളെ, ഈസ്ട്രജൻ ഹോർമോണിനെ അല്ലെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കുവാനും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് പാഷൻ എന്ന് പറഞ്ഞത്. പാഷൻ ശരീരത്തിന്റെ ആകർഷണമാണ് ഒരു പ്രേമത്തിലേക്ക് ഒരു വ്യക്തി ആദ്യമായിട്ട് നയിക്കുന്നത്. രണ്ടാമത്തെ ഘടകം കമ്മിറ്റ്മെന്റ്. ഇപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഒരു താലി കെട്ടിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഭാര്യയോടൊരു കമ്മിറ്റ്മെന്റ് വന്നുപോയ ആളുകളൊക്കെ അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ചിലവിന് വേണ്ടിയിട്ട് പണം കൊടുക്കും, അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുകൊടുക്കും, വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും. പക്ഷെ അതുകൊണ്ട് അവർ കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രം അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതൊരു ബാധ്യത പോലെയാണ് പലപ്പോഴും ആളുകൾ കൊണ്ടു നടക്കുന്നത്. രണ്ടാമത്തെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവിൽ ഒരു ബന്ധത്തിനെ നിലനിർത്തുന്ന രണ്ടാമത്തെ ഘടകം കമ്മിറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത് ഇന്റിമസി എന്ന് പറയും. ഇന്റിമസി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നും ഇന്റിമേറ്റ് ഫ്രണ്ടുള്ള വ്യത്യാസം എന്താണ്? നമ്മളൊരു സീക്രട്ട്, ഒരു രഹസ്യം ആ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമതൊരു വ്യക്തിയെ അറിയില്ല എന്ന തിരിച്ചറിവാണ്. ഇതിനെ നമ്മൾ ഇന്റിമസി എന്ന് പറയും. അപ്പോൾ ഒരു ബന്ധം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്റിമസിയാണ്. ഇന്റിമസി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ബന്ധവും റൈറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയുള്ളൂ. പലപ്പോഴും പല ബന്ധങ്ങളും പാഷന്റെയും കമ്മിറ്റ്മെന്റിന്റെയും പുറത്തായിരിക്കും. ഇതാണ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ തിയറിയിൽ കൂടി നമ്മൾ പ്രസ്താവിച്ചു കഴിഞ്ഞാലും പ്രേമം എന്ന് പറയുന്നത് അത് 99% നമ്മുടെ ജൈവരാസപ്രവർത്തനത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന പല വ്യതിയാനങ്ങളുടെയും ഭാഗമായിട്ടാണ് പ്രേമം എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടാവുന്നത്. അപ്പൊ ഈ പ്രണയം പൊട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തേപ്പ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു വ്യക്തിയെ കൊല്ലാനോ അല്ലെങ്കിൽ പ്രേമ നൈരാശ്യത്താൽ ജീവിതം സ്വയം അവസാനിപ്പിക്കാനോ പോവുകയല്ല വേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള ആ വ്യതിയാനങ്ങൾ മാറുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ആഘാതത്തിൽ നമുക്ക് ആ മുറിവിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ പ്രേമ ബന്ധത്തിലുണ്ടായ നമ്മുടെ വീഴ്ചകളെ, അല്ലെങ്കിൽ നമ്മുടെ ആ തേപ്പെന്ന് പറഞ്ഞ അവസ്ഥയെ, അതിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ റിലാക്സ് ചെയ്യുവാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന് പരീക്ഷിച്ചു നോക്കുക. നമ്മൾ ഇത്തരത്തിലൊരു പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അപ്പൊ ഇതിൽ ജപ്പാനീസ് തെറാപ്പിയായ ഷിയാത്സു എന്ന് പറയുന്ന ഒരു മെത്തേഡിലുള്ള ഒരു തിയറിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ റിഫ്ലക്സോളജിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അക്യുപ്രഷറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഹോർമോണിനെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യിക്കുവാനുള്ള പല പ്രഷർ പോയിന്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്തരത്തിൽ പ്രേമനൈരാശ്യം ബാധിച്ച് ഉത്കണ്ഠ പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ് ഇതാ. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ പോയിന്റിനെ നമ്മൾ സ്പ്ലീൻ 6 എന്ന് പറയും. അതായത് വളരെ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന പോയിന്റിൽ നമ്മുടെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ആ ആംഗിളിൽ നിന്ന് ഒരു കൈ നമ്മൾ വെച്ച് കഴിഞ്ഞാലുള്ള അകലം,
ഇപ്പോൾ ഈ പോയിന്റിൽ കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലെ ഈ പെർട്ടിക്കുലർ ഭാഗം അവിടെ അടയാളപ്പെടുത്തുകയും അവിടെ ഒരു 30 മുതൽ 60 സെക്കൻഡ് നേരം നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്നിങ്ങനെ മസാജ് ചെയ്യുക, ഇങ്ങനെ ടാപ്പിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ അവിടെ പ്രസ് ചെയ്യുക. 30 മുതൽ 60 സെക്കൻഡ് വരെ പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ദീർഘമായിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഈ രീതിയിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. കാലിലാണ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ സ്പ്ലീൻ 6 എന്ന് പറയുന്ന പോയിന്റാണ്. ഇതില് ഇത്തരത്തിൽ ഒരു 30 മുതൽ 60 വരെ സെക്കൻഡ് നേരം നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട, അതായത് ജപ്പാനീസ് തെറാപ്പിയായ ഷിയാറ്റ്സുവിലെ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ടെക്നിക്ക് കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് മാക്സിമം റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ചെയറിൽ വിശ്രമാവസ്ഥയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു 3 തവണ ദീർഘ ശ്വാസം എടുത്ത് ശ്വാസത്തെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് വിടുക. മാക്സിമം കൈകാലുകളെല്ലാം അയച്ചു വിട്ടതിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ ഇടത് കൈ ഉയർത്തി വലത് കൈയും ഉയർത്തിപ്പിടിച്ച് ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് നമ്മുടെ വലത് കൈയുടെ മധ്യത്തിലായിട്ട് ഇതാ ഇവിടെ കാണുന്ന ഈ പോയിന്റിലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒരു 30 മുതൽ 60 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇത് പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രസ് ചെയ്യുക. അങ്ങനെ 30 മുതൽ 60 സെക്കൻഡ് വരെ നമ്മളിവിടെ പ്രസ് ചെയ്തതിന് ശേഷം പിന്നീട് കൈ താഴ്ത്തി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു 3 തവണ ശ്വാസം എടുത്ത് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ പുറത്തേക്ക് വിടുക. അതിനുശേഷം നമ്മുടെ ആ കൈ ഇങ്ങനെ പിടിച്ച് ഈ ഇടത് കൈ കൊണ്ട് ഈ കൈയിലേക്ക് ഇങ്ങനെ പിടിച്ച് നമ്മൾ നന്നായിട്ട് ഈ എല്ലാ വിരലുകളും ചേർത്തുകൊണ്ട് അതിനൊന്നിങ്ങനെ വലിച്ച് താഴേക്ക് വിടുകയാണ്. എവിടെയെങ്കിലും കൈ നമുക്കൊന്ന് ഉറപ്പിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. അതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് വിടുക. ഇങ്ങനെ നന്നായിട്ട് വലിക്കുക. ഇങ്ങനെ വലിച്ച് 2 3 തവണ ഇതിങ്ങനെ വലിച്ച് വിട്ടതിന് ശേഷം വീണ്ടും ഒരു 3 തവണ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. അതിനുശേഷം നമ്മുടെ ഈ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ഈ കൈയുടെ എല്ലാ ഭാഗത്തും ഒന്ന് 30 മുതൽ 60 സെക്കൻഡ് വരെ ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാ ഭാഗത്തും ഈ കൈയുടെ എല്ലാ ഭാഗങ്ങളിലും വിരലുകൾ ഉൾപ്പെടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഒരു 30 മുതൽ 60 സെക്കൻഡ് ഇതിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഈ നമ്മുടെ റിസ്റ്റിന്റെ ഈ ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒരു 30 മുതൽ 60 വരെ സെക്കൻഡ് നേരം ഇതിങ്ങനെ ഇവിടെ മസാജ് ചെയ്യുക. 30 മുതൽ 60 സെക്കൻഡ് ആണത്. ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക. ഈ ഒരു ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആവാം. ഏത് ഡയറക്ഷനിലാണോ ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് മാത്രം ചെയ്യുക. ഇങ്ങനെ 30 മുതൽ 60 വരെ സെക്കൻഡ് ചെയ്തതിനു ശേഷം ഒന്ന് കൈകൾ താഴ്ത്തി വെച്ച് മാക്സിമം ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്ത് മാക്സിമം 3 തവണ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ട് തുടർന്ന് ഇടത് കൈയിലും, നമ്മളിപ്പോൾ വലത് കൈയിലാണ് കാണിച്ചത്, ഇടത് കൈയിലും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ അതുമല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നത് സാധാരണ കണ്ടുവരാറുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഈ പ്രണയത്തിന്റെ കുഴികളിൽപ്പെട്ട് ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കൽ പോലും ഒരു അക്രമവാസനയോടുകൂടി മുന്നോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന പല വേരിയേഷൻസും പല ബയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ആ ആക്രമണ സ്വഭാവത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.